ഹായ് ഡിയേഴ്സ്. ഇപ്പം കേരള മെഡിക്കൽ അലോട്ട്മെന്റിന്റെ വിവരങ്ങളെല്ലാം തന്നെ വിദ്യാർത്ഥികൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും. ഒരുപാട് പേര് സംശയമുണ്ടായിരുന്നു. അവരുടെ അലോട്ട്മെന്റ് മെമ്മോ വന്നിട്ടില്ല, ഡാറ്റ ഷീറ്റ് വന്നിട്ടില്ല എന്നീ കാര്യങ്ങളൊക്കെ തന്നെ അതെല്ലാം ഏകദേശം ഇപ്പോൾ വെബ്സൈറ്റിൽ റെഡി ആയിട്ടുണ്ട്. എല്ലാ കുട്ടികൾക്കും അത് പരിശോധിക്കാവുന്നതാണ്. അഡ്മിഷൻ കിട്ടിയ എല്ലാ കുട്ടികളെയും കൺഗ്രാജുലേറ്റ് ചെയ്യാണ്. ഒപ്പം തന്നെ അഡ്മിഷൻ ലഭിക്കാത്ത കുട്ടികളും ഉണ്ടാകും. അവർ ഒട്ടും തന്നെ നിരാശപ്പെടേണ്ട. നമ്മുടെ മുമ്പിൽ ഇനിയും ധാരാളം അവസരങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ഓൾ ഇന്ത്യ കോട്ടയിലേക്ക് ഉള്ള സീറ്റുകളുടെ ഒഴിവുകളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പ്രിയ വിദ്യാർത്ഥികളെ, നമ്മളൊന്ന് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഗവൺമെന്റ് കോട്ടയിൽ ഒരുപാട് സീറ്റുകളുണ്ട്. കുറഞ്ഞ ഫീസിൽ നമുക്ക് പഠിക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഒരു സെൽഫ് കോൺഫിഡൻസ് കൂടുക എന്നല്ലാതെ കുറയില്ല. നമ്മളൊന്ന് പുറത്തോട്ടൊക്കെ കേരളത്തിന്റെ വെളിയിലേക്ക് പോയിട്ട് പഠിക്കുകയാണെങ്കിൽ നമ്മുടെ ലാംഗ്വേജും എല്ലാ കാര്യങ്ങളും നമുക്ക് ഡെവലപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനുള്ള ഒരു മനസാന്നിധ്യം ഉണ്ടാക്കി എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ സെക്കൻഡ് റൗണ്ടിൽ പങ്കെടുക്കാവുന്നതാണ്. ഫസ്റ്റ് റൗണ്ടിൽ പങ്കെടുക്കാത്ത കുട്ടികൾക്ക് പുതുതായി രജിസ്റ്റർ ചെയ്ത് സെക്കൻഡ് റൗണ്ടിൽ പങ്കെടുക്കാവുന്നതാണ്. അതിന്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോസുകളൊക്കെ തന്നെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. ഇപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് എവിടേക്കാണ് ഒഴിവുകൾ ഉള്ളതെന്നാണ്. സീറ്റ് മെട്രിക്സിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ പ്രിയ വിദ്യാർത്ഥികളെ, രജിസ്ട്രേഷൻ ആൻഡ് പേയ്മെന്റ് ആൻഡ് ചോയ്സ് ഫില്ലിംഗ് റൗണ്ട് 2 ആരംഭിച്ചിട്ടുണ്ട്. അതായത് 20 മുതൽ 23 തീയതി വരെയാണ് രജിസ്ട്രേഷൻ നടപടികൾ. 20 മുതൽ 24 തീയതി വരെയാണ് ചോയ്സ് ഫില്ലിംഗ് നടത്തേണ്ടത്. അപ്പോൾ എൻ്റെ പ്രിയ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ പോകും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കത് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കിട്ടിയാൽ പോകുമെന്ന് ഉറപ്പുള്ള കോളേജുകളും കോഴ്സുകളുമാണ് നിങ്ങൾ ചോയ്സ് ഫില്ലിംഗ് ചെയ്യുമ്പോൾ നടത്തേണ്ടത്. അപ്പോൾ നമുക്ക് ഏതൊക്കെ കോളേജുകളിലാണ് ഒഴിവുകൾ ഉള്ളതെന്ന് നോക്കാം. ഇനി നമുക്ക് ഇതിന്റെ സീറ്റ് മെട്രിക്സ് ഒന്ന് പരിശോധിക്കാവുന്നതാണ്. എങ്ങനെയാണ് സീറ്റ് മെട്രിക്സ് നോക്കാം. ഇവിടെ നമുക്ക് ഡൗൺലോഡിൽ ഇവിടെ സീറ്റ് മെട്രിക്സ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ വരും. 2 കാര്യങ്ങൾ വരും. ടോട്ടൽ MBBS ആൻഡ് BDS റൗണ്ട് 2 UG എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ ക്ലിക്ക് ചെയ്യാം. ഇനി വെർച്വൽ വേക്കൻസി ഫോർ റൗണ്ട് 2 UG ഉണ്ട്. അതായത് വില്ലിംഗ്നെസ് യെസ് പറഞ്ഞ കുട്ടികളുണ്ടാവും. അവർക്ക് ഹയർ ഓപ്ഷൻസ് കാത്തിരിക്കുന്ന കുട്ടികൾക്കുണ്ടാകും. അപ്പോൾ ഇങ്ങനെയുള്ള സീറ്റുകളും അവിടെ വേക്കൻ്റ് ആയിട്ട് കിടക്കുന്നുണ്ടാവും. അപ്പോൾ വിദ്യാർത്ഥികളെ, നമുക്കറിയാം ഓൾ ഇന്ത്യ കോട്ടയിൽ 238 ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളാണുള്ളത്. അതുപോലെ തന്നെ 19 എയിംസ് കോളേജുകളും ഉണ്ട്. അതുപോലെ തന്നെ 9 ESIC കോളേജുകളും 2 ജിപ്മർ കോളേജുകളുമാണുള്ളത്. അപ്പോൾ ഒരുപാട് സീറ്റുകൾ ഇവിടെ ഒഴിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് റാങ്ക് പോയിരിക്കുന്നത് ജനറൽ വിഭാഗത്തിന് 12,535 ലാസ്റ്റ് റാങ്ക് പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയ വിദ്യാർത്ഥികളെ, ഏകദേശം ഒരു 20,000 റാങ്ക് വരെ കിട്ടാവുന്നതാണ്. പക്ഷെ അത്ര റാങ്കുള്ളവർ കൊടുക്കണമെന്നല്ല നമ്മൾ പറയുന്നത്. നിങ്ങൾക്ക് എത്ര റാങ്ക് ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഓപ്ഷൻസുകൾ കൊടുക്കാവുന്നതാണ്. ഒരുപാട് സീറ്റ് വേക്കൻസികൾ ഉണ്ട്. ഒരുപാട് വിദ്യാർത്ഥികൾ റിപ്പോർട്ട് ചെയ്യാത്തതുണ്ട്. കൂടാതെ പുതുതായി അനുവദിച്ച IP വാർഡിലേക്കുള്ള സീറ്റുകളും നമുക്ക് ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസിലേക്കൊന്ന് പോകാം. ടോട്ടൽ MBBS BDS സീറ്റ്സ് ഫോർ റൗണ്ട് 2 എങ്ങനെയാണ് നോക്കാം. അപ്പൊ മൊത്തം വേക്കൻസി 10,537 വേക്കൻസികൾ ഓൾ ഇന്ത്യ കോട്ടയിൽ ഉണ്ട്. അപ്പൊ പ്രിയ വിദ്യാർത്ഥികളെ, നമുക്ക് ഗവൺമെന്റ് കോളേജുകളിൽ കുറഞ്ഞ ഫീസ് നിരക്കിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ചേരുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾ ഇന്ത്യ കോട്ടയിലേക്ക് അഡ്മിഷൻ ഇപ്പോൾ നടത്താവുന്നതാണ്. ചോയ്സ് ഫില്ലിംഗ് നടത്താവുന്നതാണ്. അപ്പോൾ എന്തൊക്കെയാണ് അതിന്റെ സീറ്റ് വിവരങ്ങൾ നമുക്ക് നോക്കാവുന്നതാണ്. അത് ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓൾ ഇന്ത്യ കോട്ടയിലെ സീറ്റുകളുടെ എണ്ണം. ഇനി നമുക്ക് കേരളത്തിൽ ഏതൊക്കെ സീറ്റുകൾ ഒഴിവുണ്ടെന്ന് നമുക്ക് ആദ്യം നോക്കാം. കേരളത്തിലെ കോളേജുകളിൽ ഏതൊക്കെ കോളേജുകളിലാണ് ഓൾ ഇന്ത്യ കോട്ടയിൽ ഒഴിവുള്ളത് നോക്കാം. ഇവിടെ ആൽഫബറ്റിക് ഓർഡറിലാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ വിദ്യാർത്ഥികൾക്ക് ഇത് സ്ക്രോൾ ചെയ്താൽ ഓരോ സ്റ്റേറ്റിലെയും ഒഴിവുള്ള സീറ്റുകൾ കാണാൻ പറ്റും. നമുക്ക് ഏകദേശം തമിഴ്നാട്ടിൽ 292 ഒഴിവുകളും നമ്മുടെ അയൽ സംസ്ഥാനമായ കർണാടകയിൽ 178ഓളം ഒഴിവുകളും കേരളത്തിൽ 103 ഒഴിവുകളുമാണ് ഉള്ളത് ഓൾ ഇന്ത്യ കോട്ടയിലെ MBBS സീറ്റിന് തന്നെ.
അതുകൊണ്ട് തന്നെ പ്രിയ വിദ്യാർത്ഥികൾ ഇത് നോക്കി മനസ്സിലാക്കാവുന്നതാണ്. നമുക്ക് അടുത്തുള്ള കോളേജുകളിൽ വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ്. വല്ലാണ്ട് ദൂരേക്ക് പോകാൻ മടിക്കുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിൽ നമുക്ക് ഓൾ ഇന്ത്യ കോട്ടയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. നമ്മുടെ കേരളത്തിലെ ഓൾ ഇന്ത്യ കോട്ടയിലേക്കുള്ള മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ജനറൽ വിഭാഗത്തിന് 11 സീറ്റുകൾ ഒഴിവുകളുണ്ട്. അത് കാറ്റഗറി ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജനറൽ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് 1 സീറ്റ്, SC വിഭാഗത്തിന് 3 സീറ്റ്, ST വിഭാഗത്തിന് 1 സീറ്റാണ് ഉള്ളത്. ഡെന്റൽ കോളേജുകളുടെ സീറ്റുകളും ഉണ്ട്. ആലപ്പുഴ BDSന് ജനറൽ 4 സീറ്റുകൾ ഒഴിവുണ്ട്. ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ളവർക്ക് 1 സീറ്റ് ഉണ്ട്. ഓരോരോ കോളേജുകളുടെ ഡീറ്റെയിൽസ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രിയ വിദ്യാർത്ഥികൾക്ക് ഇത് മനസ്സിലാക്കാവുന്നതാണ്. ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കൊല്ലത്ത് ജനറൽ വിഭാഗത്തിന് 11 സീറ്റുകൾ ഒഴിവുകളുണ്ട്. ST വിഭാഗത്തിന് 1 സീറ്റാണുള്ളത്. അപ്പൊ ഇവിടെ എല്ലാം മിക്സ് ചെയ്തിട്ട് BDS MBBS ഒക്കെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കണ്ണൂരിൽ ജനറൽ വിഭാഗത്തിന് 11 സീറ്റുകളാണ് കുട്ടികളെ ഒഴിവുള്ളത്. ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് എറണാകുളത്ത് 12 സീറ്റുകൾ ഓൾ ഇന്ത്യ കോട്ടയിൽ ഒഴിവുകളുണ്ട്. പാലക്കാട് 10 സീറ്റുകളുണ്ട്. ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പാലക്കാട്. ഇപ്പൊ വിദ്യാർത്ഥികളെ എല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഈ ഡീറ്റെയിൽസുകൾ നിങ്ങൾക്ക് ഓരോ കോളേജ് വൈസ് ആയിട്ട് നോക്കാം. പക്ഷെ ഈ ഒഴിവുകളായിരിക്കില്ല ഉണ്ടാവുന്നത്. നമുക്ക് ഇനിയും അവിടെ വെർച്വൽ അഡ്മിഷൻ എടുത്തിട്ടുള്ള കുട്ടികളും ഉണ്ടാവും. അവിടെയും ഇനി സീറ്റ് വേക്കൻസികൾ ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒഴിവുകളുടെ എണ്ണം കറക്റ്റായിട്ട് നിങ്ങൾ സീറ്റ് ചോയ്സ് ഫില്ലിംഗ് നടത്തേണ്ട. നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന കോളേജ് ഏതാണ്, കോഴ്സ് ഏതാണ്, അതിനനുസരിച്ച് ചോയ്സ് ഫില്ലിംഗ് നടത്തുക. അത് നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ്. ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോട്ടയത്ത് 13 സീറ്റുകളാണ് ജനറൽ വിഭാഗക്കാർക്ക് ഒഴിവുള്ളത്. SC വിഭാഗം 3 സീറ്റുകളുണ്ട്. ST വിഭാഗം 2 സീറ്റുകളാണുള്ളത്. ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ജനറൽ വിഭാഗത്തിന് 2 സീറ്റുകളെ ഒഴിവുള്ളൂ. വളരെ കുറച്ച് സീറ്റുകളേ ഉള്ളൂ. ബാക്കി എല്ലായിടത്തും 10-11 സീറ്റുകളുടെ ഒഴിവുകളുണ്ട്. ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് തൃശ്ശൂരിൽ 14 സീറ്റുകളുണ്ട് ജനറൽ വിഭാഗക്കാർക്ക്. SC വിഭാഗക്കാർക്ക് 3 സീറ്റാണുള്ളത് തൃശ്ശൂരിലുള്ളത്. ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം ജനറൽ വിഭാഗത്തിന് 3 സീറ്റുകൾ ഒഴിവുണ്ട്. അതുപോലെ തന്നെ ജനറൽ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് 2 സീറ്റ്, SC വിഭാഗക്കാർക്കും ഒഴിവുകളുണ്ട്. ആലപ്പുഴ ജനറൽ സീറ്റ് 16 ഉണ്ട്. അപ്പൊ പ്രിയ വിദ്യാർത്ഥികളെ, ഇവിടെ എല്ലാം തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സീറ്റുകളുടെ ഒഴിവുകൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇപ്പൊ ഡീറ്റെയിൽസ് ആയിട്ട് ഏതൊക്കെ കോളേജുകളാണ് ഓപ്ഷൻസ് കൊടുക്കേണ്ടത് നിങ്ങൾ നോക്കി മനസ്സിലാക്കി നിങ്ങൾ പോകുമെന്ന് ഉറപ്പുള്ള കോളേജുകളിലേക്ക് ഓപ്ഷൻ കൊടുക്കാവുന്നതാണ്. അപ്പൊ മൊത്തത്തിലുള്ള ആകെ സീറ്റുകൾ നമ്മൾ ഇതിൽ നിന്നും എടുത്തിട്ട് എഴുതിയിട്ടുള്ള സീറ്റുകളുടെ എണ്ണം നമ്മളിന്ന് കാണിക്കാം. ഓൾ ഇന്ത്യ കോട്ടയിലേക്ക് 238 ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലേക്കുള്ള സീറ്റുകളുടെ ഒഴിവുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ജനറൽ വിഭാഗത്തിന് 2669 ഉണ്ട്. നമ്മുടെ കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജുകളും അടക്കമാണ് ഈ ഒഴിവുകളുള്ളത്. അത്രയും സീറ്റുകൾ ഒഴിവുകളുണ്ട്. OBC വിഭാഗക്കാർക്ക് 24 സീറ്റുണ്ട്. EWSകാർക്ക് 13 സീറ്റ്. SC ST വിഭാഗക്കാർക്ക് ഒരുപാട് സീറ്റുകൾ ധാരാളം ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. 516 സീറ്റാണ് SC വിഭാഗത്തിന്. ST വിഭാഗത്തിന് 222 ആണ്. അതുപോലെ തന്നെ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ജനറൽ വിഭാഗത്തിന് 108 സീറ്റ്, OBC വിഭാഗത്തിന് 2 സീറ്റ്, SC വിഭാഗത്തിന് 19 സീറ്റുകളുണ്ട്. ബാക്കി കാറ്റഗറി വൈസ് എല്ലാം സീറ്റുകളുടെ ഒഴിവുകളുണ്ട്. ഞാൻ എല്ലാം എടുത്ത് എഴുതിയിട്ടില്ല. ഇതുപോലെ തന്നെ ഗവൺമെന്റ് BDSലും ഒരുപാട് ഒഴിവുകൾ ഉണ്ടായിട്ടുണ്ട്. ജനറൽ വിഭാഗത്തിന് 277 ഒഴിവുകളുണ്ട്. OBC 9, EWS 3, SC 54, ST 26. ജനറൽ വിഭാഗത്തിൽ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള 11 സീറ്റുകളുണ്ട്. SC ST ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ഓരോ സീറ്റ് വീതമാണുള്ളത്. ഇത് BDS സീറ്റുകളാണ്. ഗവൺമെന്റ് BDSലുള്ള മൊത്തം സീറ്റുകളാണ് ഓൾ ഇന്ത്യ കോട്ടയിലുള്ളത്. സീറ്റുകളുടെ എണ്ണമാണ്. ഇതുപോലെ തന്നെ എയിംസിന്റെ 19 കോളേജുകളുണ്ട്. എയിംസിലും ധാരാളം ഒഴിവുകളുണ്ട്. ജനറൽ കാറ്റഗറിയിൽ 217, OBC വിഭാഗക്കാർക്കും പ്രതീക്ഷിക്കാവുന്ന 150 സീറ്റുണ്ട്. EWSകാർക്കും പ്രതീക്ഷിക്കാവുന്ന 50 സീറ്റുകളുണ്ട്. SC 62, ST വിഭാഗം 35. അതർ കാറ്റഗറി വൈസുള്ള സീറ്റുകളെല്ലാം തന്നെ ഉണ്ട്. വിദ്യാർത്ഥികൾക്ക് സീറ്റ് മെട്രിക്സിൽ പരിശോധിക്കാവുന്നതാണ്. ജിപ്മറിന്റെ 2 ക്യാമ്പസുകളുടെ സീറ്റുകളുടെ ഒഴിവാണുള്ളത്. ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് കാരക്കലിലെ സീറ്റുകളുടെ ഒഴിവുകളാണുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇത് മനസ്സിലാക്കാവുന്നതാണ്. OBC വിഭാഗക്കാർക്ക് 5 സീറ്റുകളിലും 11 സീറ്റുകളുമായിട്ടുണ്ട് 2 ക്യാമ്പസുകളിലായിട്ട്. SC വിഭാഗക്കാർക്കും ഇതേപോലെ തന്നെ 2ഉം 3ഉം ഉണ്ട്. ST വിഭാഗക്ക് 2 വീതം. അതുപോലെ തന്നെ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലെ ജനറൽ വിഭാഗക്കാർക്ക് 22 സീറ്റുകളാണുള്ളത്.
ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലും 2 സീറ്റുകളുണ്ട്. ഇത്ര മാത്രമല്ല ഉള്ളത്, ഇനിയും ഒഴിവുകൾ ഉണ്ട് വിദ്യാർത്ഥികളെ. അതായത് ഒരുപാട് പേര് അവിടെ വില്ലിങ്നെസ് കൊടുത്തവർ ഉണ്ട്, ഹയർ ഓപ്ഷൻസുകൾ കിട്ടിക്കഴിഞ്ഞാൽ പോകുമെന്നുള്ളത് കൊണ്ട്. അതുകൊണ്ട് തന്നെ ആ സീറ്റുകളുടെ ഒരു ഒഴിവുകൾ കൂടി വരുന്നതായിരിക്കും. അപ്പോൾ പ്രിയ വിദ്യാർത്ഥികൾക്ക് ഓൾ ഇന്ത്യ കോട്ടയിലേക്ക് നമുക്ക് ഒരു പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി ESIC IP വാർഡുള്ള കുട്ടികളുണ്ടാവും. അപ്പോൾ ധാരാളം പേർക്ക് ഒരു സംശയമുള്ളതാണ്. ESIC IP വാർഡ്, നിങ്ങൾക്ക് ESIC നിങ്ങൾ ആ വെബ്സൈറ്റിൽ നിന്ന് അതിൻ്റെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ IP വാർഡ്, നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് അവിടെ IP വാർഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും. IP വാർഡിൽ അപേക്ഷിക്കുന്ന കുട്ടികൾക്ക് 25,000 രൂപയെ ഫീസ് വരുന്നുള്ളൂ. അല്ലാതെയും ESIC കോളേജുകൾ നമ്മുടെ ഓൾ ഇന്ത്യ കോട്ട ലെവലിൽ തന്നെയുണ്ട്. അവരുടെ ഫീസ് സ്ട്രക്ചേഴ്സുകൾ നമ്മളൊന്ന് നോക്കേണ്ടതാണ്. നിങ്ങൾ അതിൻ്റെ ഫീസ് നോക്കുന്ന സമയത്ത് അത് വ്യത്യാസമുണ്ടാകും. പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ IP വാർഡിലാണ് അഡ്മിഷൻ എങ്കിലാണ് നിങ്ങൾക്ക് 25,000 രൂപ. ESICക്ക് വേറെയും ESICയുടെ ഓൾ ഇന്ത്യ കോട്ടയിലുള്ള സീറ്റിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് ഫീസുകൾ വ്യത്യസ്ത ഫീസുകളാണ് ഉള്ളത്. സാധാരണ ചെന്നൈയിലുള്ള ESIC ചെന്നൈയിലും ഗുൽബർഗയിലും ഒക്കെ 1 ലക്ഷം രൂപ വീതമാണ് ഫീസ് ഉള്ളത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ജനറൽ വിഭാഗക്കാർക്ക് 148 സീറ്റാണുള്ളത്. OBCക്ക് 98 സീറ്റാണ്. SC 55, ST വിഭാഗം 27 സീറ്റ്, EWSകാർക്ക് 36 സീറ്റുണ്ട്. അതുപോലെ തന്നെ ഓരോ സീറ്റുകളും ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ജനറൽ വിഭാഗക്കാർക്ക് 7 സീറ്റ്, SCക്കാർക്ക് 3 സീറ്റ്, STക്കാർക്ക് 2 സീറ്റ്, EWSന് 2 സീറ്റ്, OBC ഫിസിക്കലി ഹാൻഡിക്യാപ്ഡുള്ളവർക്ക് 5 സീറ്റ് വീതമാണ്. അങ്ങനെ മൊത്തം 383 സീറ്റുകളാണുള്ളത്. അപ്പം നിങ്ങൾ ESIയുടെ വെബ്സൈറ്റിൽ അപ്ലൈ ചെയ്യുകയും നിങ്ങളുടെ IP സർട്ടിഫിക്കറ്റ് കിട്ടുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ IP വാർഡ് കാണാൻ സാധിക്കും. അപ്പോൾ ആ IP വാർഡിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കോളേജുകളിലെ ഓപ്ഷൻസുകൾ കൊടുക്കാവുന്നതാണ്. നിങ്ങൾ ഓൾ ഇന്ത്യ കോട്ടയിൽ തന്നെ ഗവൺമെന്റിൽ ചില കോളേജുകളിലൊക്കെ തന്നെ ഫീസ് കൂടുതലുള്ള കോളേജുകളുണ്ട്. അപ്പോൾ അത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. രാജാമുത്തയ്യ കോളേജ്, അഗർത്തല, പെരുന്തുരൈ കോളേജ്, ഇതൊക്കെ 4 ലക്ഷമാണ് ഫീസ് ഉള്ളത്. അപ്പം അത് ഗവൺമെന്റിന്റെ സീറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജിലേക്ക് വിട്ടുകൊടുത്തത് കൊണ്ടാണ് അത്രയും ഫീസ് വരുന്നത്. അപ്പം അതൊന്ന് ശ്രദ്ധിക്കണം. ബാക്കിയുള്ളവർക്കൊക്കെ ഫീസുകൾ കുറവായിരിക്കും. അപ്പോൾ നമുക്ക് ആ ഫീസ് ഡീറ്റെയിൽ നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്തുമ്പോൾ തന്നെ അവിടെ ഫീസ് കാണാൻ സാധിക്കും. അതിനനുസരിച്ച് കൊണ്ട് നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്തുക. ഇനി ഓൾ ഇന്ത്യ കോട്ടയിലേക്കുള്ള നമ്മുടെ സീറ്റുകളുടെ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പ്രിയ വിദ്യാർത്ഥികളെ, നിങ്ങൾക്ക് കേരള അലോട്ട്മെന്റ് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ രജിസ്ട്രേഷൻ തുടങ്ങി നിങ്ങളുടെ ഓൾ ഇന്ത്യ കോട്ടയിൽ നിങ്ങൾക്ക് കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടാവുന്നതായിരിക്കും. ഏകദേശം നമുക്ക് റാങ്ക് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സീറ്റ് അലോട്ട് ചെയ്തില്ലെങ്കിൽ ആ പൈസ നമുക്ക് തിരിച്ച് കിട്ടുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് സീറ്റ് അലോട്ട് ചെയ്താൽ തന്നെ നിങ്ങൾ പോകുമെന്ന് ആഗ്രഹിക്കുന്ന കോളേജുകൾ മാത്രം തന്നെ കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ഒരു സീറ്റാണ് നഷ്ടപ്പെടുന്നത്. കുറഞ്ഞ ഫീസിലുള്ള ഒരു കുട്ടിയുടെ ഒരു സീറ്റ് നഷ്ടമാകും. അതുകൊണ്ട് തന്നെ പോകുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നമ്മൾ കോളേജ് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതിന്റെയൊക്കെ കൂടുതലായിട്ടുള്ള വീഡിയോസുകൾ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ ഓൾ ഇന്ത്യ കോട്ടയിലെ MCC റൗണ്ട് 2ന്റെ 2 വീഡിയോസുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രിയ വിദ്യാർത്ഥികൾക്ക് അതൊന്ന് കാണാവുന്നതാണ്. അപ്പോൾ കൂടുതൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നതായിരിക്കും. ഓക്കെ, അതിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുകൾക്ക് വേണ്ടി നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഒപ്പം തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. നമ്മളിടുന്ന ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈക്കും നമുക്ക് വളരെ വളരെ പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.